മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മേഘനാഥനെ മാർക്കോ തല്ലി ശരിയാക്കിയെന്നുള്ള വാർത്ത എല്ലായിടവും സ്പ്രെഡ് ആവുന്നുണ്ട്. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിക്കും അത് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ഇത്തവണ സന്തോഷിക്കാൻ മറ്റൊരാളും കൂടി ഉണ്ട്, മറ്റാരുമല്ല, നമ്മുടെ മഞ്ജു. കണ്ണൻ ഈ സന്തോഷ വാർത്ത പോയി വൈദ്യരെ അറിയിക്കുന്നുണ്ട്. വൈദ്യർ പറയുന്നുണ്ട്, ഇതുപോലെ അന്നേ കേസ് കൊടുത്തിരുന്നെങ്കിൽ ഈ ശല്യം ഉണ്ടാകുമായിരുന്നോ, അന്നേ അവ ഒതുങ്ങിപ്പോയേനെ. അന്ന് നിങ്ങൾ കേസ് കൊടുക്കാഞ്ഞത് കൊണ്ടായിരിക്കും വീണ്ടും വീണ്ടും അവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, ഇല്ല, അന്ന് കേസ് കൊടുത്തിരുന്നെങ്കിലും ഇതൊന്നും ഒതുങ്ങാൻ പോകുന്നില്ല. എൻ്റെ സ്വത്തുക്കൾ സ്വന്തമാക്കുക എന്നത് മാത്രമാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം. ഞാൻ മരിക്കുന്നതിലൂടെ എൻ്റെ സ്വത്തുക്കൾ എൻ്റെ സഹോദരങ്ങളായ മഞ്ജുവിനും ഉണ്ണിക്കും തന്നെ കിട്ടും. അതിലൂടെ പകുതി ഷെയർ മഞ്ജുവിന് കിട്ടുന്നത് മേഘൻ കൈകാര്യം ചെയ്ത് ജീവിക്കാനാണ് അവൻ്റെ പ്ലാൻ. അത് മനസ്സിൽ വെച്ച് അവൻ ഓരോന്നും വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കും. അന്നേരം വൈദ്യര് ചോദിക്കുന്നുണ്ട്, മാർക്കോ ഇപ്പം നിങ്ങളുടെ രക്ഷകനായല്ലോ. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, അതെ, ഞങ്ങളുടെ രക്ഷകൻ തന്നെ അവന് നല്ലൊരു സമ്മാനം കൊടുക്കണം, അവ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമ്മാനം. അന്നേരം വൈദ്യര് പറയുന്നുണ്ട്, ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. കാരണം ആരോരുമില്ലാത്ത ഒരു അനാഥനാണ് അവൻ. അനാഥനാണെന്ന് കരുതി അനാഥമായിട്ടല്ല അവൻ ജീവിച്ചിട്ടുള്ളത്, മറ്റുള്ളവർക്ക് നന്മ ചെയ്തു തന്നെയാണ് ജീവിച്ചു പോകുന്നത്. മാത്രമല്ല, ഈ ലോകത്തുള്ള പെൺകുട്ടികളെല്ലാം അവൻ്റെ പെങ്ങന്മാരായിട്ടും മറ്റുള്ളവർ അവൻ്റെ സഹോദരങ്ങളും സഹോദരിമാരായിട്ടാണ് വിചാരിക്കുന്നത്. അത് കാണുന്നത് തന്നെ വലിയ കാര്യമാണ്. അന്നേരം കണ്ണൻ്റെ അടുക്കിലേക്ക് മാർക്കോ വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഒന്ന് കണ്ടിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. താൻ എവിടെ ആയിരുന്നെങ്കിലും അവിടെ വന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ താനിപ്പോൾ എൻ്റെ അടുക്കിലേക്ക് വന്നത്. അല്ലെങ്കിൽ തന്നെ തൻ്റെ നമ്പരൊന്നും എൻ്റെ കയ്യിലില്ലല്ലോ. അത് കേട്ട് മാർക്കോ പറയുന്നു, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നില്ലേ, നിങ്ങൾ എപ്പോൾ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നോ അപ്പോഴും നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിയിരിക്കുമെന്ന്. ഇപ്പോൾ കണ്ണൻ സാർ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴേ ഞാൻ ഇങ്ങ് എത്തിയില്ലേ എന്ന് തമാശ രൂപത്തിൽ ചോദിക്കുന്നു. എന്തായാലും മേഘനാഥന് ഞാനൊരു പണി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് സാറിനി പേടിക്കണ്ട, സാറിൻ്റെ കൂടെ എപ്പോഴും ഞാനുണ്ടായിരിക്കും. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ഇനി എൻ്റെ ഭാര്യയ്ക്ക് സമാധാനമായി എങ്ങോട്ടും പോവാം. അവളെ ധൈര്യമായിട്ട് കൂടെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് മാർക്കോയുണ്ട്. മാർക്കോ ഉള്ളത് മാത്രമാണ് എൻ്റെ ഒരു സമാധാനം. നിങ്ങളൊക്കെ ഇങ്ങനെ വിശ്വസിക്കുന്നത് കാണുമ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വത്ത്. ഈ ലോകത്ത് എന്തിനു മറ്റുള്ള ബന്ധുക്കൾ, ഇങ്ങനെ ഒരുപാട് ബന്ധം നമുക്ക് കിട്ടുന്നില്ലേ, അവരാണ് എൻ്റെ ശരിക്കുള്ള ബന്ധുക്കളെന്ന് മാർക്കോ പറയുന്നത് കേട്ടിട്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട്, തന്നെ പോലെ ചിന്തിക്കാൻ തനിക്ക് മാത്രമേ സാധിക്കുള്ളൂ. എന്തായാലും മേഘനിട്ട് താനൊരു പണി കൊടുത്ത് അവർ വെറുതെ ഇരിക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? പ്രതാപനും വാമദേവനും നേരത്തെ തന്നെ പണി കൊടുത്തു. അവർക്കെന്തായാലും മേഘൻ്റെ ഈ സംഭവം കൂടി അറിയുമ്പം വാശി കൂടത്തേ ഉള്ളൂ. അത് പിന്നെ അങ്ങനെയല്ലേ ആവൂ. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും താനൊന്ന് സൂക്ഷിക്കണം. എന്തായാലും മഹാലക്ഷ്മി തനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ഒരു പ്രാർത്ഥന മതി. മറ്റുള്ളവരെ രക്ഷിക്കാനാണ് ഞാൻ നടക്കുന്നത്, അല്ലാതെ അവരെ ദ്രോഹിക്കാനല്ല. അതുകൊണ്ട് തന്നെ ഈശ്വരൻ്റെ ഒരു കരുണ എന്നോട് എപ്പോഴും കൂടെ കാണും. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് ഒരു കാര്യം പറയും, മറുത്തൊന്നും പറയരുത്, അതനുസരിച്ചേ മതിയാവൂ. ഞാനിപ്പം ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ പോകുകയാണ്. അപ്പം ഓഫീസിലുള്ള പല കാര്യങ്ങളും പെൻഡിങ്ങായി കിടക്കും. എന്നോടൊപ്പം താൻ കൂടെ ഉണ്ടാകണം. മഹാലക്ഷ്മിയും കാര്യങ്ങൾ നോക്കാനുണ്ട്, പക്ഷെ താനും കൂടെ ഉണ്ടായിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇതിനു മുമ്പ് ഞാൻ ഒരുത്തനെ വിശ്വസിച്ച് ഇതുപോലെ ഓഫീസിൽ ഏൽപ്പിച്ചിരുന്നു. അവനൊരു ചതിയനായിരുന്നു. അവൻ എൻ്റെ ഭാര്യയെ മോഹിക്കാനാണ് വന്നത്. അവൻ്റെ പേര് സാഗർ എന്നാ. അവൻ്റെ കള്ളത്തരം കൈയോടെ പൊക്കിയത് ലക്ഷ്മി തന്നെയായിരുന്നു. അന്നേ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു, പുറത്തുനിന്നുള്ള ഒരു ചെറുപ്പക്കാരന്മാരെയും ഇനി സ്ഥാപനം ഏൽപ്പിക്കാനായിട്ട് നിയമിക്കത്തില്ലെന്ന്. പക്ഷേ മാർക്കോ, തന്നെ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ജോലി ഏൽപ്പിക്കാൻ എൻ്റെ മനസ്സ് പറയുന്നു. അന്നേരം മാർക്കോ പറയുന്നുണ്ട്, ജോലിയായിട്ട് ഏൽപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ വേണോ വേണ്ടിയെന്ന് എനിക്കൊന്നും കൂടി ഒന്ന് ആലോചിക്കണം. താൻ ചിന്തിച്ചോ, ചിന്തിച്ചാലും ശരി ചിന്തിച്ചില്ലെങ്കിലും ശരി, താൻ ഈ ജോലി ഏറ്റെടുത്തില്ലെങ്കിൽ എനിക്കൊരുപാട് വിഷമമാകും. താൻ എന്തായാലും ഈ സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ ഇരിക്കണമെന്ന് എൻ്റെ ഒത്തിരി നാളത്തെ ആഗ്രഹമാണ്. തനിക്ക് ഞാൻ തരുന്ന ഒരു സമ്മാനമാണിത്. മേഘനാഥന് കൊട്ടേഷൻ കൊടുക്കണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല, പക്ഷേ അവൻ കുറേ നാൾ അടങ്ങിക്കിടക്കണം. കിടന്ന കിടപ്പിൽ അവൻ പല കാര്യങ്ങളും മനസ്സിലാക്കണമെന്ന് ഞാനൊന്ന് ആഗ്രഹിച്ചിരുന്നു. ഒന്നുമില്ലെങ്കിലും ഇപ്പം മഞ്ജുവിൻ്റെ ഭർത്താവല്ലേ, അവൻ മാറണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അന്നേരം മാർക്കോ പറയുന്നുണ്ട്, സാറേ, അതൊന്നും നടക്കാത്ത കാര്യമാണ്. ആ മേഘൻ്റെ സ്വഭാവം അറിയില്ലേ, അവൻ അത്ര പെട്ടെന്നൊന്നും മാറില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരു പാഠം പഠിക്കും, അത്രയേ ഉള്ളൂ. അവൻ ഇനിയും കൂടുതൽ മുട കാണിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവൻ എടുക്കാനും തയ്യാറായിട്ട് തന്നെ ഞാനിരിക്കുന്നത്. അതിനുള്ള ഏത് ശിക്ഷയും ഞാൻ സ്വീകരിക്കാനും തയ്യാറാണ്. അവൻ ജീവനോട് ഇരിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് സാറിൻ്റെ സഹോദരിക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാവില്ല. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, അതും ശരിയാ, കൈയോടെ കൂടെ ഒരു കാര്യം പറയാനാണ് തന്നെ വിളിപ്പിച്ചത്. കൺഗ്രാജുലേഷൻ.
ആ മേഘനിട്ട് ഒരു പണി കൊടുത്തതിന് കയ്യോടെ കൺഗ്രാജുലേഷൻ പറയാനാണ് തന്നെ ഞാൻ വിളിപ്പിച്ചത്. പിന്നെ തനിക്കൊരു ജോലി തരാനും കൂടിയാണ് ഞാൻ വിളിപ്പിച്ചത്. അന്നേരം മാർക്കോ പറയുന്നുണ്ട്, ഒരിടത്തിരുന്ന് ജോലി ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്ക് മറ്റുള്ളവരെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ ഇരുന്ന് ജോലി ചെയ്ത് സാലറി മേടിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാര്യം മാത്രമേ നടക്കൂ, മറ്റുള്ളവരുടെ കാര്യം നടക്കത്തില്ല. നമ്മൾ മറ്റുള്ളവരുടെ കാര്യം കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ ഇറങ്ങിച്ചെന്നെങ്കിൽ മാത്രമേ പറ്റൂ. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, താൻ പല പ്രാവശ്യവും ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ഞാൻ വിചാരിക്കും ഈശ്വരൻ നേരിട്ട് അവതാരം എടുത്ത് ചെയ്യുന്ന പ്രവൃത്തികൾ പോലെയുണ്ട്. തോമസ് വൈദ്യരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അന്നേരം മാർക്കോ പറയുന്നുണ്ട്, അയ്യോ അങ്ങനെയൊന്നും എന്നെ പറയല്ലേ, ഞാനൊരു സാധാ മനുഷ്യൻ തന്നെയാണ്. നമ്മളൊരു മനുഷ്യനായിരിക്കെ സമൂഹത്തിൽ മറ്റുള്ളവരോടും ചില സാമൂഹിക പ്രതിബദ്ധതയുണ്ട്. അത് ഞാൻ എടുത്തു കാണിക്കുന്നു, അത്രമാത്രം. നമ്മളൊരു ദിവസം എണീക്കുന്നു, ആഹാരമുണ്ടാക്കുന്നു, കഴിക്കുന്നു, നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നു. അതിലുപരിയായിട്ട് ജീവിതത്തിന് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാകണമെങ്കിൽ മറ്റുള്ളവരെ സഹായിച്ചാൽ മാത്രമേ പറ്റൂ. അത് ഞാൻ നേരത്തെ തീരുമാനം എടുത്തതാണെന്ന് മാർക്കോ പറയുന്നു. അതൊക്കെ കേട്ടിട്ട് കണ്ണന് എന്തെന്നില്ലാത്ത ഒരു സ്നേഹം മാർക്കോയോട് തോന്നുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, തന്നെ പോലാകാൻ എനിക്കൊരിക്കലും സാധിക്കില്ലടോ. ഇതുവരെ ഞാൻ ജീവിച്ചത് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ മാത്രമായിരുന്നു. എൻ്റെ കൂടെ നിൽക്കുന്ന ചില ബന്ധുക്കൾക്ക് സാമ്പത്തിക സഹായങ്ങളും ചെയ്യുന്നു എന്ന് മാത്രം. പക്ഷേ താൻ എൻ്റെ കണ്ണ് തുറപ്പിച്ചു. താൻ എൻ്റെ കൂടെ എന്നും വേണോടോ. താൻ എൻ്റെ ഒരനിയൻ തന്നെയാണ്. അങ്ങനെ കാണാനേ എനിക്കിനി പറ്റൂ. അത് മേഘന് പണി കൊടുത്തുകൊണ്ട് മാത്രമല്ല, തൻ്റെ ഈ സ്വഭാവം കൊണ്ട് മാത്രമാണ്. ഇതുപോലൊരാളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല. അനന്തു കുറേയൊക്കെ മാനുഷിക പരിഗണന നൽകുന്ന ആൾ തന്നെയാണ്. പക്ഷേ ഇത്രയൊന്നും ആകില്ല. ഇങ്ങനെയുള്ള മനുഷ്യരാകണം നമ്മുടെ സമൂഹത്തിൽ. അത് കേട്ടിട്ട് മാർക്കോ ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, സാറൊന്ന് വിഷമിക്കാതിരിക്കുക. സാറ് ധൈര്യമായി പോയി ചികിത്സയൊക്കെ കഴിഞ്ഞിട്ട് വന്നോളൂ. ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. പിന്നെ മഹാലക്ഷ്മി, ആ കുട്ടി എൻ്റെ പെങ്ങളെ പോലെ തന്നെയാണ്. എൻ്റെ പെങ്ങളുടെ കാര്യവും ഞാൻ തന്നെ നോക്കിക്കോളാം. അത് കേട്ട് കണ്ണൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. സന്തോഷം കൊണ്ടാണ്. ഈ നിമിഷത്തിനായി കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.